2021-22 സാമ്പത്തിക വർഷത്തിൽ ബി.ജെ.പി. പൊതുജനങ്ങളിൽ നിന്നും പാർട്ടി ഫണ്ടിലേക്ക് സംഭാവനകൾ സ്വരൂപിക്കുവാൻ സർക്കാർ പദ്ധതികളുടെ പേരുകൾ നിയമവിരുദ്ധമായി ഉപയോഗിച്ചതായി കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുകയാണ്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ബി.ആർ. അരവിന്ദാക്ഷൻ സമർപ്പിച്ച വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾക്ക് ലഭിച്ചിട്ടുള്ള മറുപടിയിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളുള്ളത്. സ്വച്ഛ് ഭാരത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, കിസാൻ സേവ തുടങ്ങിയ ദേശീയ തലത്തിലുള്ള ക്ഷേമ പദ്ധതികളുടെ പേരുപയോഗിച്ചാണ് ബി.ജെ.പി. ധനസമാഹരണം നടത്തിയിരിക്കുന്നത്. സത്യം TV എന്ന ചാനലിൻ്റെ ന്യൂസ് എഡിറ്ററായ അരവിന്ദാക്ഷൻ നൽകിയ വിവരാവകാശത്തിലാണ് സർക്കാർ പദ്ധതികൾ പാർട്ടി ഫണ്ട് സമാഹരണത്തിനായി ഉപയോഗിച്ചെന്ന കണ്ടെത്തലുകളുള്ളത്. 2021 ഡിസംബറിനും 22 ഫെബ്രുവരി മാസത്തിനുമിടയിലാണ് ബി.ജെ.പി. ഇത്തരത്തിൽ ഫണ്ട് സമാഹരണ ക്യാമ്പയിനുകൾ നടത്തിയത്. നരേന്ദ്രമോദി .in, നമോ ആപ്പ് തുടങ്ങിയ സ്വകാര്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ബി.ജെ.പി. സംഭാവനകൾ സ്വീകരിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയോ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെയോ യാതൊരു അനുമതിയുമില്ലാതെയാണ് സർക്കാർ പദ്ധതികളുടെ പേരുപയോഗിച്ചുകൊണ്ട് ബി.ജെ.പി. സംഭാവനകൾ സ്വീകരിച്ചതെന്ന് വിവരാവകാശ രേഖയ്ക്ക് ലഭിച്ച മറുപടിയിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. സംഭാവന നൽകാനായി ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചവരോട് സ്വച്ഛ് ഭാരത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, കിസാൻ സേവ എന്നീ 3 സർക്കാർ പദ്ധതികളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംഭാവന നൽകുന്നതിനുള്ള കാരണമായി പാർട്ടി ഫണ്ടെന്നും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ പറയുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ സർക്കാർ പദ്ധതികളുടെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നും ധനം പിരിക്കുന്നത് അതിന് ബി.ജെ.പിക്ക് യൂണിയൻ മന്ത്രാലയങ്ങളിൽ നിന്നോ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ പ്രത്യേക അനുമതിയോ ഔദ്യോഗിക അംഗീകാരമോ ലഭിച്ചിട്ടില്ല എന്നതാണ് വിവരാവകാശ മറുപടികൾ സ്ഥിരീകരിക്കുന്ന കാര്യം. പണം ശേഖരിക്കുവാൻ തങ്ങളുടെ പദ്ധതികളുടെ പേരുപയോഗിക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുമതി നൽകിയിട്ടില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രാലയങ്ങളുടെ മറുപടി. വാജ്പേയിയുടെ ജന്മദിനത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനെന്ന് പറഞ്ഞ് 2021 ഡിസംബർ 25-ന് പാർട്ടി അധ്യക്ഷനായിരുന്ന JP നദ്ദ രാജ്യത്തൊട്ടാകെ മൈക്രോ ഡൊണേഷൻ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു. പാർട്ടി അംഗങ്ങളിൽ നിന്നും ചെറിയൊരു തുക സംഭാവനയായി സ്വീകരിക്കാനെന്ന് പറഞ്ഞ് ആരംഭിച്ച ആ ക്യാമ്പയിൻ ദീൻദയാൽ ഉപാധ്യായയുടെ മരണദിനമായ ഫെബ്രുവരി 11-ന് അവസാനിക്കുമെന്നും നദ്ദ അന്ന് വ്യക്തമാക്കിയതാണ്. പാർട്ടിയെ ശക്തിപ്പെടുത്താനും പാർട്ടി പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് സംഭാവന എന്നതാണ് നദ്ദ പറഞ്ഞതെങ്കിലും പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമില്ലാത്തവരോട് സർക്കാർ പദ്ധതികളിലേക്ക് സംഭാവന ചെയ്യുവാനായിരുന്നു ആവശ്യപ്പെട്ടത്. ഇതേ ദിവസം തന്നെ ഫണ്ടിലേക്ക് സംഭാവന ആവശ്യപ്പെട്ട് നരേന്ദ്രമോദിയും തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ഇട്ടിരുന്നു. മാധ്യമ പ്രവർത്തകനായ അരവിന്ദാക്ഷനും ഈ പ്ലാറ്റ്ഫോമിലൂടെ സർക്കാർ പദ്ധതികളിലേക്ക് സംഭാവന നൽകിയിരുന്നു. ഇതിൻ്റെ റെസിറ്റ് ബി.ജെ.പിയുടെ ഓഫീസിൽ നിന്നും ഇമെയിൽ വഴി ലഭിക്കുകയും ചെയ്തു. എന്നാൽ സംഭാവന നൽകിയവർക്ക് ലഭിച്ച റിസീറ്റുകൾ പരിശോധിച്ചപ്പോഴാണ് ഈ പണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര ഓഫീസാണ് കൈപ്പറ്റിയത് എന്ന് വ്യക്തമാവുന്നത്. ഇതിന് പിന്നാലെ നൽകിയ വിവരാവകാശത്തിലാണ് ഇത്തരത്തിൽ ഫണ്ട് സ്വീകരിക്കുവാൻ ബി.ജെ.പിക്ക് അനുമതിയില്ലെന്ന കാര്യം പുറത്തു വന്നത്. അനുമതിയില്ലെന്ന കാര്യം സ്വച്ഛ് ഭാരത് മിഷനും വനിതാ ശിശു വികസന മന്ത്രാലയവും സ്ഥിരീകരിച്ചെങ്കിലും കാർഷിക വകുപ്പും കർഷകക്ഷേമ സഹകരണ വകുപ്പും തുടക്കത്തിൽ പ്രതികരിക്കുവാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ 3 പ്രധാന മന്ത്രാലയങ്ങളും ബി.ജെ.പി. നടത്തിയ മൈക്രോ ഡൊണേഷൻ ക്യാമ്പയിന് കേന്ദ്ര സർക്കാരോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളോ അനുമതി നൽകിയിട്ടില്ലെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. അരവിന്ദാക്ഷൻ നമോ ആപ്പിൻ്റെയും നരേന്ദ്രമോദി .inൻ്റെയും നിയമപരമായ സാധ്യതകളെക്കുറിച്ച് 16 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി വിവരാവകാശ അപേക്ഷ നൽകുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു. പിന്നീട് ആവശ്യപ്പെട്ട വിവരങ്ങൾ ഈ ഓഫീസിൻ്റെ രേഖകളിൽ ഉൾപ്പെടുന്നതല്ല എന്നതായിരുന്നു ഓഫീസിൻ്റെ മറുപടി ഉണ്ടായത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കുവാൻ നിയമപരമായ മാർഗങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ സാമൂഹിക ക്ഷേമത്തിനായി ഉദ്ദേശിച്ചുള്ള പദ്ധതികളുടെ പേരുകളിൽ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് ബി.ജെ.പിക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഇതുവരെയായും ഒരു ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടുമില്ല.